നല്ലൊരു കൈയടിയോടുകൂടി വിളിക്കുന്നു നമ്മുടെ എല്ലാം ആറാട്ടണ്ണൻ. പ്ലീസ് വെൽക്കം ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ നല്ലൊരു കൈയടി കൊടുക്കൂ. താങ്ക് യു. ഏതായാലും മുപ്പതടം പള്ളിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് വലിയ ഒരു നന്ദി. ഇദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിരവധി പ്രോഗ്രാം ഉണ്ട സമയത്ത് ഞങ്ങൾ വിളിക്കാറുണ്ട്. പള്ളിയിലെ ഒരു കാര്യക്കാരനാണ് അദ്ദേഹം. എന്തായാലും നമ്മുടെ നാട്ടിൽ എത്തിയപ്പോൾ വലിയ സന്തോഷമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കണ്ടേ? എന്തായാലും രണ്ട് വാക്ക്. ഇതിന് ശബ്ദം എനിക്ക് ആളാണ് ആറാട്ടുന്നത് അല്ലേ? അതൊന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അനുകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചിട്ട് വന്നേനെ. എന്തായാലും ശ്രമിച്ചു നോക്കാം. ഉറപ്പില്ല, എല്ലാവരും നല്ല കൈയടി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ല, ആദ്യം അണ്ണൻ രണ്ട് വാക്ക് ഇവർക്ക് പറ, ഈ പെരുന്നാളിനൊരു ആശംസ പറ. അപ്പോൾ ബൈബിളിൽ ഒരുപാട് നല്ല കാര്യം പറയാനുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ പറയുന്നത് forgiveness, ക്ഷമിക്കുക എന്നാണ്. അത് പല ക്രിസ്ത്യാനികളും ഫോളോ ചെയ്യാറില്ല. എല്ലാവരും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ലോകം നല്ലൊരു കാര്യം മാറും. forgiveness ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ക്ഷമിക്കാനുള്ള ഇതാണ് ബൈബിളിൽ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ആരാധന. ബൈബിൾ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ആരാധന. എല്ലാം നന്നായി പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശിവചേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആറാട്ടണ്ണൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആറാട്ടണ്ണൻ നിൽക്കുന്നതുകൊണ്ടൊരു ചമ്മലാണ്. വേറെ എനിക്കും ചമ്മലാണ്. സന്തോഷം. ഓക്കെ. അപ്പോൾ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആറാട്ടെണ്ണം പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ലാലേട്ടൻ്റെ പുതിയ പടമാണ്. നല്ല ഒരു പടമാണ്. ലാലേട്ടൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. ഇതിൻ്റെ ബീജിയം കൊള്ളാം. ക്യാമറ വലിയ കുഴപ്പമില്ല. ഞാൻ ആ തിയേറ്ററിലേക്ക് കയറി വന്നപ്പോൾ ഒരു പെണ്ണെ കണ്ടു. ആ പെണ്ണോട് എനിക്ക് നല്ല ക്രഷ് തോന്നി. അതുപോലെ തന്നെ ഇത് പള്ളിയാണ്. ഈ ഉത്സവത്തിന് അല്ലെ പെരുന്നാളിന് എൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ കാണാം. നന്നായി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അമൃത TV പലതും. ഓക്കെ, നിങ്ങളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്തിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു. ഒരു അനുഗ്രഹീത കലാകാരനാണ്. അന്ന് കല്യാണം ഒക്കെ ആയെന്ന് പറഞ്ഞത് അതൊന്നും താല്പര്യമില്ല. ഇപ്പൊ പ്ലാനില്ല. സംഭവിക്കും. ഒരാൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയും എനിക്ക് അവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നടക്കും. അതൊക്കെ നടക്കുമോ? ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഉണ്ടാവും. അത്രയ്ക്ക് മോശമാണോ? അതല്ല, പെട്ടെന്ന് ഇഷ്ടപ്പെടുമോ ചോദിച്ചോ? കാരണം നിങ്ങളെ അതെപ്പോഴും സംഭവിക്കാം. സെലിബ്രിറ്റി അവിടെ എപ്പോഴും സംഭവിക്കാം. ഇപ്പൊ സെലിബ്രിറ്റി ആയി. കാരണം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാൻ അറിയാതായതാണ്. ഓക്കെ, ഓക്കെ. എന്താ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? സന്തോഷപ്പെട്ടിട്ടൊന്നും അനുകരിക്കാൻ പറ്റുമോ?